ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അവസരത്തിനൊത്ത് പ്രവർത്തിച്ച് സ്വന്തം കാര്യം നേടുന്നതാണോ, എന്തു നഷ്ടം വന്നാലും പ്രമാണം വിട്ട് ഒന്നും പ്രവർത്തിക്കില്ല എന്ന് നിശ്ചയിക്കുന്നതാണോ കൂടുതൽ ബുദ്ധിപൂർവമെന്ന ഒരു ചോദ്യം നമ്മിൽ പലരുടെയും മനസ്സിലൂടെ കടന്നുപോയേക്കാം. അടിസ്ഥാന പ്രമാണങ്ങൾ ബലികഴിക്കാതെ അതിന്മേൽ ഉറച്ചു ജീവിക്കുന്നതാണ് അന്തിമ വിജയത്തിലേക്കുള്ള മാർഗമെന്ന് വചനം പറയുന്നു. പലവിധ ബലഹീനതകൾ ദാവീദിനുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ചില അടിസ്ഥാന പ്രമാണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചു ജീവിച്ചു. ശൗലിനെ ഭയന്ന് വനവാസം ചെയ്യുന്ന കാലത്ത് ഒരു ഗുഹാമുഖത്തിരുന്ന ശൗലിനെ പിന്നിൽ നിന്ന് കുത്തിക്കൊല്ലുവാൻ ദാവീദിന് ഒരവസരം ലഭിച്ചു. ദൈവം തന്ന അവസരമാണെന്നും ശൗലിനെ കൊല്ലണമെന്നും സ്നേഹിതർ ബുദ്ധി ഉപദേശിച്ചു. എങ്കിലും ദാവീദ് അതിന് തയ്യാറായില്ല. ദൈവത്തിൻ്റെ അഭിഷിക്തനെ തൊടുവാൻ പാടില്ല എന്ന അടിസ്ഥാന പ്രമാണത്തിൽ ദാവീദ് വിശ്വസിച്ചിരുന്നു. ആ പ്രമാണം ബലികഴിച്ച ശേഷം രാജസിംഹാസനം നേടുവാൻ ദാവീദ് ഇഷ്ടപ്പെട്ടില്ല. ദൈവഹിതമെങ്കിൽ നേരെയുള്ള മാർഗത്തിലൂടെ രാജാവായാൽ മതിയെന്ന് ദാവീദ് ഉറച്ചു. കയ്യിൽ കിട്ടിയ പക്ഷിയെ വിട്ടയച്ച ശേഷം ദൈവഹിതമെങ്കിൽ തിരികെ വരുമ്പോൾ പിടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നതിന് തുല്യമായിരുന്നു ദാവീദിൻ്റെ പ്രവൃത്തി. ലോകപ്രകാരം ബുദ്ധിശൂന്യമെന്ന് തോന്നാമെങ്കിലും ഫലത്തിൽ അത് പരാജയമായിരുന്നില്ല. ദൈവം ദാവീദിനെ പിന്നീട് രാജാവാക്കുക തന്നെ ചെയ്തു. കാര്യസാധ്യത്തിനായി നമ്മുടെ ഉള്ളിലുള്ള അടിസ്ഥാന പ്രമാണത്തെ നാം അവഗണിക്കരുത്. വിജയം നിശ്ചയമാണ്. പ്രമാണങ്ങൾ അവഗണിച്ച് നേടുന്ന സമ്പാദ്യങ്ങൾ വന്നതുപോലെ പറന്നുപോകും. സങ്കീർത്തനങ്ങൾ 50:23. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.